പകുതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ ലാലി വിൻസെന്റിന്റെ വീട്ടിലും ആനന്ദ്കുമാറിന്റെ തിരുവനന്തപുരത്തെ വീട്ടിലും ഇ.ഡി. റെയ്ഡ്. ലാലി വിൻസെന്റിനെയും ആനന്ദ്കുമാറിനെയും പ്രതിയാക്കി പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് റെയ്ഡ്. കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയും തിരുവനന്തപുരത്ത് നിന്ന് ബിനിൽ ലീല സബോയും ചേരുന്നു. ആദ്യം സഹിനിലേക്കാണ്. സഹിൻ, എപ്പോഴാണ് ഈ റെയ്ഡ് തുടങ്ങിയത്? കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറഞ്ഞിരുന്നു ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ലാലി വിൻസെന്റിന്റെ പങ്ക് അതെന്താണെന്ന് അറിയിക്കണമെന്ന്. ഈ റെയ്ഡ് എങ്ങനെ പുരോഗമിക്കുന്നു? എന്തൊക്കെയാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഇന്ന് അല്പനേരം മുൻപാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത് സംബന്ധിച്ചുള്ള പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. ലാലി വിൻസെന്റിന്റെ കൊച്ചിയിലെ വീട്ടിലാണ് റെയ്ഡ് നടക്കുന്നത്. നേരത്തെ തന്നെ ലാലി വിൻസെന്റ് 48 ലക്ഷം രൂപയായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പ്രതിയിൽ നിന്നും വാങ്ങിയതായി മൊഴി നൽകിയിരുന്നത്. ഏതായാലും ലാലി വിൻസെന്റിന്റെ വീട്ടിൽ ഇ.ഡിയുടെ പരിശോധന ആരംഭിച്ചിരിക്കുകയാണ്. കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ ECIR രജിസ്റ്റർ ചെയ്തിരുന്നതാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ അന്വേഷണവുമായി മുന്നോട്ട് പോകുകയാണ്. ഈ ഘട്ടത്തിലാണ് ലാലി വിൻസെന്റിന്റെ വീട്ടിൽ പരിശോധന നടത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചതും. മാത്രമല്ല, നേരത്തെ തന്നെ ആനന്ദ്കുമാറിനെ അടക്കം ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരുന്നതാണ്. അതോടൊപ്പം തന്നെ അനന്തകൃഷ്ണന്റെ മൊഴിയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് രേഖപ്പെടുത്തേണ്ടതായി ഉണ്ടായിരുന്നു. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുമായി ഇത് സംബന്ധിച്ചുള്ള ഒരു കൂടിക്കാഴ്ചയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ലാലി വിൻസെന്റിന്റെ വീട്ടിൽ ഒരു പരിശോധന ഇ.ഡി നടത്തുന്നത്. ലാലി വിൻസെന്റിന്റെ വീട്ടിൽ പരിശോധന നടത്തുന്ന ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക ഇടപാട് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നടന്നിരുന്നു. മാത്രമല്ല, സാധാരണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത്തരത്തിലുള്ള ഒരു നടപടികളിലേക്ക് പോകുന്നതിന് മുന്നോടിയായി അവരുടെ മൊഴി ആദ്യം രേഖപ്പെടുത്തേണ്ടതാണ്. എന്നാൽ ഇതുവരെയും ലാലി വിൻസെന്റിന്റെയോ അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ആരുടെയും മൊഴി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പരിശോധനയിലേക്ക് പോകുമ്പോൾ ഈ സംസ്ഥാനത്തെ ആകെ ഞെട്ടിച്ച ഒരു വലിയ തട്ടിപ്പായിരുന്നു. രാഷ്ട്രീയ നേതാക്കളുടെ ആരോപണ വിധേയരായ അല്ലെങ്കിൽ ആരോപണ വിധേയമായ ഒരു തട്ടിപ്പായിരുന്നു ഇപ്പോൾ പുറത്തു വന്നത്. CSR ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വന്നത്. ഇതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുക്കുമ്പോൾ ആ കേസിൽ വലിയ രീതിയിലുള്ള പ്രാധാന്യം ആ കേസിലുണ്ടായിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദ്യഘട്ടത്തിൽ കേസെടുക്കാൻ തയ്യാറല്ലായിരുന്നു. ഇതിന്റെ രേഖകൾ പോലീസിൽ നിന്നും വാങ്ങുകയാണ് ഉണ്ടായത്. മൂവാറ്റുപുഴ പോലീസിൽ നിന്നും ഇത് സംബന്ധിച്ചുള്ള രേഖകളൊക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വാങ്ങിയിരുന്നു. പിന്നീടാണ് ഇതിൽ കേസെടുക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചത്. ആ കേസെടുത്തപ്പോൾ ആദ്യ പരിശോധന അത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ ഒരാളായിട്ടുള്ള ലാലി വിൻസെന്റിന്റെ വീട്ടിൽ തന്നെ നടത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിക്കുകയായിരുന്നു. 48 ലക്ഷം രൂപ ഈ അനന്തകൃഷ്ണനിൽ നിന്നും ലാലി വിൻസെന്റ് വാങ്ങിയിട്ടുണ്ട്. ഈ 48 ലക്ഷം രൂപ തന്റെ വക്കീൽ ഫീസായി തനിക്ക് ലഭിച്ചതാണ് എന്നുള്ളതായിരുന്നു ലാലി വിൻസെന്റ് പറയുന്ന ന്യായീകരണം അല്ലെങ്കിൽ അവരുടെ ഒരു വാദം എന്ന് പറയുന്നത്. എന്നാൽ ഇത് അംഗീകരിച്ചു കൊടുക്കാൻ ഇതുവരെ ക്രൈംബ്രാഞ്ചോ അല്ലെങ്കിൽ മറ്റു ഏജൻസികളോ തയ്യാറായിട്ടില്ലായിരുന്നു. ഇത് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. മാത്രമല്ല, ഇത്ര 6000-ലധികം പരാതികൾ ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട്. ഈ 6000-ലധികം പരാതികൾ ലഭിച്ച 200ഓളം NGOകൾക്ക് ഇത് സംബന്ധിച്ചുള്ള എഗ്രിമെന്റ് പൂർണ്ണമായും തയ്യാറാക്കി കൊടുത്തത് ലാലി വിൻസെന്റ് ആണ്. പണമിടപാടുകൾ പൂർണ്ണമായും അറിഞ്ഞിരുന്ന ഒരാൾ ലാലി വിൻസെന്റ് ആണ്. അനന്തകൃഷ്ണൻ എത്ര രൂപയുടെ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായ വ്യക്തതയുള്ള ഒരാൾ ലാലി വിൻസെന്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ലാലി വിൻസെന്റിന്റെ വീട്ടിൽ പരിശോധന നടത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. കൂടുതൽ രേഖകൾ അനന്തകൃഷ്ണൻ പഴയ ഫ്ളാറ്റിൽ നിന്ന് മാറ്റിയതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വ്യക്തമായിരുന്നു. ഈ ഒരു സാഹചര്യമെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. ആ സാഹചര്യമെല്ലാം നിലനിൽക്കുമ്പോഴാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ലാലി വിൻസെന്റിന്റെ വീട്ടിൽ പരിശോധന നടത്തുന്നത്. മാത്രമല്ല, ലാലി വിൻസെന്റിന്റെ ഓഫീസിലും പരിശോധന തുടരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ രേഖകൾ ഏതെങ്കിലും തരത്തിൽ ലാലി വിൻസെന്റിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കും. മാത്രമല്ല, പണമിടപാട് സംബന്ധിച്ച് തനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് ലാലി വിൻസെന്റ് നേരത്തെ തന്നെ വ്യക്തമാക്കി. പോകേണ്ടതുണ്ട്. അവിടെ ബിനിൽ ലീല സബു ഉണ്ട്. ബിനിൽ, ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആനന്ദ്കുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കാനിരിക്കെയാണ് ഈ റെയ്ഡ്. വിശദാംശങ്ങൾ നൽകാം. ആനന്ദ്കുമാറിന്റെ ശാസ്ത്രമംഗലത്തെ വീട്ടിലാണ് റെയ്ഡ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നിലവിലെന്തായാലും ഇവിടെ മാത്രമല്ല, ലാലി വിൻസെന്റടക്കം മറ്റ് NGO കോൺഫറൻസിന്റെ 12 ഓഫീസിലടക്കമാണ് ഇപ്പോൾ ഈ പരിശോധന തുടരുന്നത്. നേരത്തെ മുതൽ തുടക്കം മുതൽ ആനന്ദ്കുമാറിന്റെ വാദം ഈ തട്ടിപ്പിൽ പങ്കില്ല എന്നുള്ളതായിരുന്നു. അനന്തകൃഷ്ണനാണ് ഈ തട്ടിപ്പ് മുഴുവൻ നടത്തിയത്. ഈ തട്ടിപ്പ് ബോധ്യപ്പെട്ട ഉടനെ താൻ ഇതിൽ നിന്ന് പിന്മാറി, ഈ ട്രസ്റ്റിന്റെ ചെയർമാൻ സ്ഥാനത്ത് പിന്മാറി എന്നായിരുന്നു ഈ ആനന്ദ്കുമാർ വാദിച്ചത്. പക്ഷേ
ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ ഇത് ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടിരുന്നു. ഈ ട്രസ്റ്റിന്റെ ആജീവനാന്ത ചെയർമാൻ ആനന്ദ്കുമാർ ആണെന്ന് കണ്ടെത്തുകയും ചെയ്തു. ചില രേഖകൾ ക്രൈംബ്രാഞ്ച് ലഭിക്കുകയും ചെയ്തു. അതിനുശേഷം ക്രൈംബ്രാഞ്ച് ഈ അന്വേഷണം പുരോഗതിയിടെയാണ് ED പരിശോധന ആരംഭിച്ചത്. ED പ്രധാനമായും അന്വേഷിക്കുന്നത്, പരിശോധിക്കുന്നത് ഇതിന്റെ മറവിൽ ഹവാല ഇടപാട് നടന്നിട്ടുണ്ട്, അതായത് കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കം നടന്നിട്ടുണ്ട്. അത്തരം പരിശോധനകളാണ് ED നടത്തുന്നത്. മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട പരാതിക്കാരുടെ മൊഴിയും ED രേഖപ്പെടുത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ റെയ്ഡ് പുരോഗമിക്കുന്നത്. ആനന്ദ്കുമാറിന്റെ എല്ലാ വാദങ്ങളെയും തള്ളുന്ന തെളിവുകൾ പോലീസിന് അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിൽ ലഭിച്ചിട്ടുണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ നേരത്തെ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തത്. എന്തായാലും നിലവിൽ എന്തായാലും ഈ കേസിൽ പങ്കില്ല എന്ന ആരോപണത്തെ തള്ളുന്ന ചില തെളിവുകൾ ക്രൈംബ്രാഞ്ച് ലഭിച്ചിരുന്നു. അതിനുശേഷമാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിച്ചത്. നിലവിൽ എന്തായാലും ഇന്ന് ആനന്ദ്കുമാർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. ഇന്ന് തിരുവനന്തപുരം അഡീഷണൽ സെഷൻ കോടതിയാണ് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. അതിലും പറയുന്ന കാര്യം തനിക്ക് ഈ തട്ടിപ്പിൽ പങ്കില്ല, ഇതിൽ അനന്തകൃഷ്ണനാണ് കൂടുതൽ തട്ടിപ്പ് നടത്തിയത്, തനിക്ക് ഇതിൽ പങ്കില്ല എന്ന വാദമാണ് ഈ ആനന്ദ്കുമാർ ആവർത്തിക്കുകയും ചെയ്തത്. പക്ഷേ 2 കോടി രൂപ ഈ ആനന്ദ്കുമാറിന്റെ അക്കൗണ്ടിലേക്ക് കൈമാറിയെന്ന് അനന്തകൃഷ്ണൻ പോലീസിന് മൊഴി നൽകിയിരുന്നു. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഈ ആനന്ദ്കുമാറിനെതിരെ പരാതി ലഭിച്ചു. മുഖ്യ കണ്ണിയിൽ ആനന്ദ്കുമാർ കൂടി ഉണ്ട് എന്ന ഒരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുകയും ചെയ്തു. അതിനുശേഷമാണ് ആനന്ദ്കുമാർ മുൻകൂർ ജാമ്യാപേക്ഷ അടക്കം കോടതി നൽകിയത്. എന്തായാലും നിലവിൽ 12 ഇടങ്ങളിൽ EDയുടെ പരിശോധന നടക്കുന്നുണ്ട്. അത് ലാലി വിൻസന്റെ വീട്ടിലും അതോടൊപ്പം KN ആനന്ദ്കുമാറിന്റെ വീട്ടിലും NGO കോൺഫെഡറേഷന്റെ വിവിധ ഓഫീസുകളിലുമാണ് ഇപ്പോൾ ഈ റെയ്ഡ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അരുണ്യ. ശരി, പകുതിയിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ ലാലി വിൻസെന്റിന്റെ വീട്ടിലും തിരുവനന്തപുരത്ത് ആനന്ദ്കുമാറിന്റെ വീട്ടിലും അടക്കം 12 ഇടങ്ങളിലാണ് ഇപ്പോൾ EDയുടെ റെയ്ഡ് പുരോഗമിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് സാഹിൻ ആന്റണിയും തിരുവനന്തപുരത്ത് നിന്ന് ബിനിൽ ലീല സാബുവും.